ഞാൻ നിങ്ങളോടൊരു കാര്യം ചോദിക്കട്ടെ? അതായത് നിങ്ങൾ ഏറ്റവും അടുത്ത ആൾക്ക്, അതായത് നിങ്ങളുടെ സഹോദരനാവാം, നിങ്ങളുടെ ഫ്രണ്ട്സിനാവാം, അയൽവാസികൾക്കാവാം, പോട്ടെ, ഇനി നിങ്ങളുടെ ശത്രുവിനും ആകാം. അവർക്കൊരു വിഷമം വരുമ്പോൾ, പ്രയാസം വരുമ്പോൾ, പ്രതിസന്ധി ഘട്ടം വരുമ്പോൾ അതിൽ നിങ്ങൾ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നുണ്ടോ? ആ സന്തോഷം നിങ്ങൾ മറ്റുള്ളവരുമായിട്ട് ഷെയർ ചെയ്യുന്നുണ്ടോ? അതായത് അവർക്ക് അങ്ങനെ തന്നെ വരണം, അവർക്ക് അങ്ങനെ വരുള്ളൂ, അവർ ഭയങ്കര അഹങ്കാരികളാണ് എന്നൊക്കെ നിങ്ങൾ പറഞ്ഞ് നടക്കുന്നുണ്ടോ? എങ്കിൽ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം. ഇന്ന് അവർക്ക് വന്ന അതേ അവസ്ഥ നാളെ നമുക്കും വന്നുകൂടായ്കയില്ല എന്നുള്ളത്. കാരണം ദൈവം എല്ലാ കാലത്തും ഒരേപോലെ ആവില്ല, ജീവിതവും എല്ലാ കാലത്തും നമുക്ക് ഒരേപോലെ ആവില്ല. അതിൽ പ്രയാസങ്ങളുണ്ടാവും, എളുപ്പങ്ങളുണ്ടാവും. അപ്പോൾ മധുരവും കയ്പും ഒക്കെ കലർന്നതാണ് ലൈഫ്. നമ്മുടെ ശത്രുക്കൾക്ക് പോലും വല്ല പ്രയാസങ്ങളോ പ്രതിസന്ധി ഘട്ടങ്ങളോ വന്നാൽ നമ്മൾ സന്തോഷിക്കരുത്. കാരണം നമുക്കും നാളെ ആ ഒരു അവസ്ഥ വരും എന്നുള്ളത് എപ്പോഴും ഓർമ്മയിലുണ്ടാവുക. ഒരു പക്ഷേ നമ്മുടെ കഴിഞ്ഞ ജീവിതത്തിലേക്ക് നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോൾ നമ്മളും ഇതേ സിറ്റുവേഷനിലൂടെ പോയിട്ടുണ്ടാകും. പക്ഷേ ഇന്ന് നിൽക്കുന്ന അവസ്ഥയിലുള്ള ആ ഒരു മതി മറന്നുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, മറ്റുള്ളവരുടെ പ്രയാസം കാണുമ്പോൾ നമ്മൾ സന്തോഷിക്കുന്നത്. പിന്നെ ഇതിലൊരു കാര്യം എടുത്തു പറയേണ്ടത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾക്ക് ഒരു പ്രയാസം വരുമ്പോൾ, ഒരു വിഷമം വരുമ്പോൾ അതിൽ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത് നമ്മുടെ ഏറ്റവും അടുത്ത ബന്ധുക്കളായിരിക്കും എന്നുള്ളതാണ്. ഇത് ഞാൻ എൻ്റെ എക്സ്പീരിയൻസിൽ നിന്ന് മനസ്സിലാക്കിയിട്ടുള്ള ഒരു കാര്യമാണ് കേട്ടോ. നമ്മുടെ വിഷമത്തിൽ പ്രയാസത്തിൽ അവർ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുകയും ചെയ്യും. എന്നിട്ട് നമ്മുടെ അടുത്ത് വന്നിട്ട് ഭയങ്കര ഫേക്കായിട്ട് നമ്മളോട് ഭയങ്കര സ്നേഹമുള്ള പോലെ പെരുമാറുകയും ചെയ്യും. അത്തരം നമ്മുടെ അടുത്തൊരു മുഖം നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞാൽ വേറൊരു മുഖം, ഇത് നമ്മൾ തിരിച്ചറിയുമ്പോൾ നമുക്ക് അത്തരം ആളുകളോട് വളരെയധികം ഒരു സഹതാപവും പുച്ഛവും ഒക്കെയാണ് തോന്നുക. കാരണം ഇന്ന് എനിക്ക് വന്ന അതേ സിറ്റുവേഷൻ നാളെ ഒരുപക്ഷെ നിങ്ങൾക്കും വരാം എന്ന് അവർ ചിന്തിക്കുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇങ്ങനൊരു അവസ്ഥ നിങ്ങൾക്ക് സംഭവിച്ചിട്ടുണ്ടോ എങ്കിൽ നിങ്ങൾ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരേക്കും ബായ്. താങ്ക് യു ഫോർ വാച്ചിങ്.